CJPയുടെ സമരം വിജയം കണ്ടു. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ പ്രതിപക്ഷത്തിനെ വിലക്കെടുത്ത് വാങ്ങി നിശബ്ദമാക്കുകയോ അല്ലെങ്കിൽ അവരുടെ എണ്ണം കുറച്ച് ശക്തി നഷ്ടപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന BJPയെ പോലത്തൊരു പാർട്ടി അവരുടെ സ്വച്ഛാധിപത്യ പ്രവണതയ്ക്ക് ഒരു എതിർ ശബ്ദമാകുമോ CJP? CJPയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയതായി രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്കല്ല. ഒരുപക്ഷെ നാളെ ഒരു രാഷ്ട്രീയ പാർട്ടി ആയേക്കാം. ഇപ്പോൾ അത് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഒരു ദേശീയ പ്രസ്ഥാനമെന്ന നിലക്കാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഒരുപക്ഷെ അവർ ഉന്നയിച്ച മർമ്മം പ്രധാനമായ കാര്യം യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നമാണ്. കഴിഞ്ഞ 12 വർഷമായി ഏതാണ്ട് 90-നടുത്ത് പരീക്ഷകൾ പല സമയത്ത് റദ്ദാക്കപ്പെടുകയോ പുനഃപരീക്ഷ നടത്തുകയോ ഒക്കെ ചെയ്യുന്ന വിധം അലങ്കോലമാണ് നമ്മുടെ പരീക്ഷാ സമ്പ്രദായം. അതിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലക്കും ഈ യുവാക്കളുടെ ഭാവിയെ പന്താടുന്ന ഭരണകൂടത്തിൻ്റെ നിരുത്തരവാദപരമായ സമീപനത്തെ മുൻനിർത്തിയുമാണ് CJP ഒരു കോള് കൊടുക്കുന്നത്. അത് വളരെ വ്യാപകമായി സ്വീകരിക്കപ്പെട്ടു. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് CJPയുടെ ആ ആഹ്വാനത്തിന് പിന്നിൽ അണിനിരന്നത്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ സ്റ്റേറ്റിനൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ടൂളുകൾ ഉപയോഗിച്ച് ഇതിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. സ്വാഭാവികമായും അവർ ദേശവിരുദ്ധരാണെന്നുള്ള ഒരു പ്രചാരണം ആദ്യം നടത്തിയെങ്കിലും അത് കാര്യമായി ക്ലച്ച് പിടിച്ചില്ല. പിന്നീട് ഗവൺമെന്റിന്റെ മുന്നിലുള്ള ഒരു സംഗതി ഈ അമിതാധികാര പ്രയോഗമാണ്. പോലീസിനെയും ദ്രുതകർമ്മസേനയെയും പട്ടാളത്തെയും ഒക്കെ ഉപയോഗിച്ച് നടത്താവുന്ന അടിച്ചമർത്തലാണ് പിന്നെ സർക്കാരിന് മുന്നിലുള്ളൊരു വഴി. അത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു എന്നതാണ് ഈ പുതിയ ഒരു ഘട്ടത്തിലേക്ക് CJPയുടെ സമരം വികസിക്കാനുണ്ടായ കാരണം. വ്യാപകമായി വിദ്യാർത്ഥികൾ ഡൽഹിയിൽ ആക്രമിക്കപ്പെടുന്നു എന്ന സന്ദേശം പുറത്തു വന്നതോടെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വിപുലമായൊരു പിന്തുണ സമരത്തിന് ലഭിക്കുകയുണ്ടായി. ആ പിന്തുണയിൽ ഭാഗമായി 10,000-കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും കർഷകരടക്കമുള്ള വിഭാഗങ്ങളുമൊക്കെ സമരത്തെ പിന്തുണയ്ക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ എല്ലായ്പ്പോഴും അവർ ചെയ്യുന്നത് പോലെ അതിഭീകരമായ അടിച്ചമർത്തൽ തന്ത്രമാണ് അവർ ആവിഷ്കരിച്ചത്. ദ്രുതകർമ്മസേനയെ 10 ബറ്റാലിയനെ അവിടെ ഇറക്കുന്നു. ഡൽഹി പോലീസിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കയ്യിലാണ്. അവിടുത്തെ കമ്മീഷണറെ മാറ്റി ഈ പുറത്തു കേൾക്കുന്ന വാർത്ത ശരിയാണെങ്കിൽ അമിത്ഷായുടെ അടുപ്പക്കാരനായ ഒരാളെ, അയാൾ ഇന്റലിജൻസിൽ മാത്രം വർക്ക് ചെയ്ത് പരിചയമുള്ള, ക്രമസമാധാന പരിപാലനം ഒരിക്കൽ പോലും തന്റെ സർവീസിൽ ചെയ്യാത്ത ഒരാൾക്ക് ഡൽഹിയിലെ പോലീസ് കമ്മീഷണർ സ്ഥാനം കൊടുക്കുകയും പഴയുണ്ടായിരുന്ന ആളെ മാറ്റുകയും ചെയ്തു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ആസൂത്രിതമായി ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് തന്നെയാണ്. മാത്രവുമല്ല, നമ്മുടെ കൺമുന്നിൽ അനേകം ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുന്നതിൻ്റെ, പുരുഷ പോലീസിനാൽ വിദ്യാർത്ഥിനികൾ ആക്രമിക്കപ്പെടുന്നതിൻ്റെ, യൂണിഫോം ഇല്ലാത്ത പോലീസ് ലാത്തി ഉപയോഗിച്ച് അതിഭീകരമായ മർദ്ദനം അഴിച്ചുവിടുന്നതിൻ്റെ ഒക്കെ നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും ഈ അടിച്ചമർത്തൽ തുടരുന്തോറും സമരം കൂടുതൽ ശക്തിപ്പെടുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പന്തൽ തന്നെ പോലീസ് തകർക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ആ പന്തൽ അവിടെ കെട്ടിക്കൊണ്ട് ആ സമരം പുനരാവിഷ്കരിച്ചപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആ സമരത്തിന് മുന്നിൽ അടിയറ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് നമ്മൾ
ഞാൻ വിലയിരുത്തുന്നത്. അതായത് സമരപ്പന്തൽ പൊളിച്ചു മാറ്റുക, വിദ്യാർത്ഥികളെ അടിച്ചോടിക്കുക, നിരാഹാരം കിടന്ന ആളെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, ഈ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടായിട്ട് അന്ന് രാത്രി തന്നെ വീണ്ടും അതേ സ്ഥലത്ത് സമരപ്പന്തൽ ഉയർത്തി സമരം പുനരാരംഭിച്ചു എന്നത് തന്നെയാണ് ആ സമരത്തിന്റെ ഒരു കരുത്തും നിർഭയമായ ഇടപെടൽ. അപ്പൊ അങ്ങനെ സമരം വീണ്ടും മുന്നോട്ട് വന്നതോടെ ഗവൺമെന്റ് നിസ്സഹായരാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇന്ത്യയിലെ യുവജനങ്ങൾ ഒന്നടങ്കം ഗവൺമെന്റിനെതിരായി മാറുന്നു എന്നൊരു തോന്നൽ ശക്തിപ്പെടുന്നു. RSS ആണ് എല്ലാ കാലത്തും BJPയെ സംരക്ഷിച്ച് നിർത്തുന്ന സായുധ പോരാളികൾ. എല്ലാ സ്ഥലത്തും കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും RSS കേഡർമാരാണ്. RSS മേധാവി മോഹൻ ഭാഗവത് വിദ്യാർത്ഥികളോട്, യുവാക്കളോട് ഈ സമീപനം പാടില്ല എന്ന പ്രസ്താവനയുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ട് പറയുന്നൊന്നുമല്ല, നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹം നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുന്നൊരു കാര്യമാണ്. അതുപോലെ BJPയുടെ തലമുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷി ഈ സമീപനം ശരിയല്ല, വിദ്യാർത്ഥികളോട് സംസാരിച്ച് പരിഹാരമുണ്ടാക്കണമെന്ന്. ഇവർക്കെല്ലാം മനസ്സിലായൊരു കാര്യം, ഈ സമരത്തെ കേവലമായ ഫോഴ്സ് കൊണ്ട് അടിച്ചമർത്താൻ സാധ്യമല്ല എന്ന കാര്യം ബോധ്യപ്പെടുമ്പോഴാണ് RSS മേധാവി ഈ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നത്. പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റികൾ, വളരെ വലിയ പോപ്പുലാരിറ്റി ഉള്ള, ലോകമെമ്പാടും അറിയപ്പെടുന്ന അനേകം മനുഷ്യർ ആ സമര പന്തലിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. സമരത്തെ പിന്തുണയ്ക്കുന്നൊരു പ്രതിഭാസം ഉണ്ടാവുന്നു. മുംബൈയിൽ ഇതിന് അനുകൂലമായി പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളെ പിടിച്ചുകൊണ്ടുപോയ പോലീസ് വാഹനം മുംബൈയിലെ സുപ്രസിദ്ധയായ ഒരു മോഡൽ ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്തുന്നു. ഇതൊക്കെ നേരത്തെ കേട്ടുകേൾവിയില്ലാത്ത സമരരൂപങ്ങളാണ്. ഒറ്റയ്ക്കാ തടഞ്ഞത്, ഒരാളേ ഉള്ളൂ, കൂടെ വേറെ ആരുമില്ല. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ശരീരത്തിന് മുകളിലൂടെ വണ്ടി ഓടിച്ച് പൊയ്ക്കൊള്ളൂ എന്നൊരു വെല്ലുവിളി ഒറ്റയ്ക്ക് നിന്ന് ഉയർത്താൻ ഒരാളെ പ്രാപ്തമാക്കുന്ന വിധം ഒരു അന്തരീക്ഷം ഇന്ത്യക്കകത്ത് രൂപം കൊണ്ടുവന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബീഹാറിൽ ഐസ, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ ബീഹാറിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു, ബന്ദ് പ്രഖ്യാപിക്കുന്നു. അത് വലിയ വിജയമായി മാറുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഈ സമരത്തെ നേരിടാൻ ഉണ്ടാക്കിയ പദ്ധതികളെല്ലാം ഒന്നൊന്നായി പൊളിയുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇവിടെ ഗവൺമെന്റിന്റെ അടിച്ചമർത്തൽ പലതരത്തിലാണ് നടന്നത്, പല രൂപങ്ങളിൽ. യഥാർത്ഥത്തിൽ വളരെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന്റെയോ ഭരണാധികാരിയുടെയോ സമ്മതമില്ലാതെ ഉപയോഗിക്കരുതാത്ത ഉപകരണങ്ങൾ വരെ ഈ സമരക്കാർക്കെതിരെ ഉപയോഗിക്കുന്നു. പെല്ലറ്റ് ഗൺ എന്ന് പറയുന്നത് വളരെ കൃത്യമായും ബാക്കിയുള്ള എല്ലാം പരാജയപ്പെടുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് സ്പെസിഫിക് ആയിട്ട്, സ്പെഷ്യലായിട്ട് കൃത്യമായ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാവൂ. ഇത്തരം നിയമങ്ങളെ മുഴുവൻ പാലിക്കാതെ, ഒരു നിയമം പോലും പാലിക്കാതെ പോലീസിനെയും ഈ പറയുന്ന ദ്രുതകർമ്മസേനയെയും RSS ഗുണ്ടകളെയും കെട്ടടിച്ചു വിട്ടിട്ടും സമരം പരാജയപ്പെട്ടില്ല. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളും, വലിയൊരളവോളം കുട്ടികളും BJP കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അവരുടെ അപ്പനോ അമ്മയോ ഒക്കെ BJPക്കാരായിരിക്കും. പക്ഷെ അവരെല്ലാം ഇവിടെ വന്ന് അണിനിരക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പൊ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ വലിയ വാഗ്ദാനങ്ങളാണ് കുട്ടികൾക്ക് മുന്നിൽ നരേന്ദ്രമോദി വെക്കുന്നത്. 12 വർഷമായി ഒരു സമരത്തെ ഇന്ത്യക്കകത്ത് നടന്ന ഒരു സമരത്തെക്കുറിച്ചും ഒരഭിപ്രായവും നേരിട്ട് പറയാത്ത നരേന്ദ്രമോദിക്ക് വീഡിയോയുമായി രംഗത്ത് വരേണ്ടി വരും. ഒരു വലിയ പരാജയമാണത്. മോഡി നമ്മളൊക്കെ വിചാരിച്ചതുപോലെ മോഡി അപ്രമാദിത്വമുള്ള, അതിഭയങ്കരമായ പിന്തുണയുള്ള ഒരു ഭരണാധികാരിയൊന്നുമല്ല. അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെയാണ് ഇത് കൂടുതൽ വ്യക്തമാക്കുന്നത്. അദ്ദേഹം എന്നിട്ട്
കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് ഈ ഭരണാധികാരിക്ക് അങ്ങ് തോന്നുക. കുറെ ഉദ്യോഗസ്ഥരെ പിരിച്ചു വിടുകയും ചെയ്തു. ഇവർ ഷാർപ്പായിട്ട് ഉന്നയിക്കുന്ന കാര്യം ഇതിന്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കാനാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മൾ നിയമിച്ചിട്ടുള്ളത്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരാളെ. അപ്പൊ അതിനകത്ത് കുഴപ്പമുണ്ടായാലും ഉത്തരവാദിത്വം പറയുന്ന ആള് വിദ്യാഭ്യാസ മന്ത്രിയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ പ്രധാനമന്ത്രി അങ്ങനെ പറയുന്ന വിദ്യാർത്ഥികളോട് 49 പേരെ പിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും ഒരു വീഡിയോയുമായി രംഗത്ത് വരുന്നു. ഒരു ഗതികേട് അതൊരു ഗതികേടാണ് സംഭവം. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാ പുള്ളി പറയുന്നത്. ആര് കണ്ട കാര്യമാണോ പറയുന്നത്? പിള്ളേർ പറഞ്ഞാൽ അവരാരും കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. പുള്ളി പറയുന്നത് നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കണ്ടു, ക്രിയേറ്റീവ് സജഷൻസ് തന്നു, അതിലെല്ലാം ഞാൻ സംതൃപ്തനാണെന്നൊക്കെ പറയുന്നു. ഈ നാടകങ്ങളൊന്നും ഫലിക്കാതെ വരുന്നു. ചർച്ച നടക്കുന്നു. ചർച്ചയിൽ ബാക്കി എല്ലാം അംഗീകരിക്കാം, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴികെ ബാക്കി എല്ലാം സമ്മതിക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ അവസാനം അടിയറവ് വെച്ച് കേന്ദ്ര ഗവൺമെന്റ് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കുകയാണ്. ആ സമരത്തിന്റെ ഒരു ക്രോണോളജി അങ്ങനെയാണ്. ഇത് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ഒന്ന്, കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യൻ ജനത വിജയിച്ചു എന്ന് പറയുന്ന ഏക സമരമാണ് CJPക്കാർ നടത്തിയ സമരം. ബാക്കി ഒരു സമരത്തിനും ഇതുപോലൊരു വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 2, വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഫാസിസ്റ്റ് ഭരണകൂടം തന്നെയാണ് കേന്ദ്രത്തിലുള്ളത്, സംശയരഹിതമായ കാര്യമാണ്. അതിനോട് വലിയ ഭയപ്പാടുകൾ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടായി. ED ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. ED ഓപ്പറേഷൻ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ തോതിൽ സാമ്പത്തിക സമാഹരണം നടത്തുന്ന ശക്തികളാണ്. അവർ വലിയ സമ്പത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരെ വ്യക്തിപരമായി തന്നെ വിളിച്ചു പറയുന്ന കാര്യം മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നാളെ അങ്ങോട്ട് ED വരും, കാര്യങ്ങൾക്ക് തീരുമാനമാകുന്നതാണ്. അന്ന് രാത്രി അവൻ കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നോ രാജിവെച്ച് അവിടെ ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഉപകരണം എന്ന നിലക്കാണ് ED യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സംഗതി നമ്മൾ കാണണം. ഈ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുടെ ആയിരിക്കുന്ന അമിത്ഷായുടെ മകന് ഒരു കമ്പനിയുണ്ട്. ഏതാണ്ട് 400 കോടി 40 കോടിയുടെയോ 400 കോടിയുടെ മാത്രം ആസ്തി ഉണ്ടായിരുന്ന ഒരു സാധാരണ കമ്പനിയാണ്. വളരെ പെട്ടെന്നാണ് ആ കമ്പനിയുടെ ആസ്തി വർദ്ധിക്കുകയും ഇന്ന് 10,000 കോടി രൂപയുടെ ആസ്തിയുള്ള വലിയൊരു കമ്പനിയായി മാറി. ഇന്ത്യയിലെ ഒരു EDയും അത് അന്വേഷിക്കുന്നില്ല. ഇതാണ് അതിൻ്റെ വിവേചനപരമായ അന്വേഷണങ്ങളാണ് അവർ നടത്തുന്നത്. ഇത് പറഞ്ഞിപ്പം ആൾക്കാരെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ഭയപ്പെടുത്തുക, അവരെ BJPയിലേക്ക് ചേർക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവർ കഴിഞ്ഞ കുറേയേറെ നാളുകളായി ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കേണ്ട പാടത്, ഈ കച്ചേരി ഒന്നും അവരുടെ അടുത്ത് ചെലവാവില്ല. കാരണം അവർ കൊള്ള നടത്തിയിട്ടില്ല, കോടിക്കണക്കിന് രൂപ കൈവശം വെച്ചിട്ടില്ല, അവർ ഏതെങ്കിലും ഖജനാവോ നാടോ കൊള്ളയടിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെ EDയുടെ കാര്യം പറഞ്ഞ് ഭയപ്പെടുത്താൻ പറ്റത്തില്ല. അത് തന്നെ ഒരു എക്യുപ്മെന്റിനെ വർഷങ്ങളായി അവർ ഉപയോഗിച്ച് വിജയിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ടൂളിനെ നിഷ്ഫലമാക്കുന്നൊരു കാര്യമാണ്. ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ അതോറിറ്റേറിയൻ ഭരണത്തോട് വളരെ ഭയപ്പാടോടുകൂടിയാണ് ഇന്ത്യൻ ജനത നിന്നത്. അതിൻ്റെ ഒരു കാരണം, ഇതിനു മുമ്പ് നടന്ന സമരങ്ങളെ നമ്മളൊന്ന് എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഏത് ഘട്ടത്തിലും പോലീസ് സമരം ചെയ്യുന്നവർക്ക് നേരെ അടുക്കുകയും അവരുടെ ലീഡർഷിപ്പിനെയോ അനുയായികളെയോ ഒക്കെ പിടിച്ചുകൊണ്ടു പോവുകയും ദീർഘകാലമായി അവരെ ജയിൽവാസത്തിന് വിധേയമാക്കുകയും. ഇപ്പോൾ ഉമർ ഖാലിദിനെ പോലെ JNUവിലൊരു വിദ്യാർത്ഥിയായിരുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം പൗരത്വ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യും. വർഷങ്ങളായിട്ട് ഇപ്പോഴും ജയിലില്ല, വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുക.
എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റമെന്ന് പോലും അറിയാതെ വർഷങ്ങളായിട്ട് അതിനകത്ത് കിടക്കുകയാണ്. ഇത്തരം ഒരു ക്രമം വികസിപ്പിച്ചിരുന്നു BJP. ആൾക്കാരെ പിടിക്കുക, അകത്തിടുക, അതിനാവശ്യമായ നിയമങ്ങൾ പാസാക്കുക, വിചാരണ ഇല്ലാതെ ഇത്ര ദിവസം വരെ കിടത്താനുള്ള കാലയളവ് നിശ്ചയിക്കുക, ഇങ്ങനെ തുടങ്ങി അതിൻ്റെ നിയമനിർമ്മാണം സമാന്തരമായി നടത്തുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആൾക്കാർ അതുകൊണ്ട് ആൾക്കാരിങ്ങനെ വിവേചനരഹിതമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടും ജീവിതം തുലയുന്നത് കൊണ്ടും ഇന്ത്യൻ ജനതയ്ക്ക് വലിയ ഭയമുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ സമരം ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഭയത്തെയാണ് നിർവീര്യമാക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മൂവ്മെന്റിന് കഴിഞ്ഞു. ഒരു സർവാധിപത്യ ഭരണകാലത്ത് ഭയത്തെ നിർവീര്യമാക്കുക എന്നത് പറയുന്നതാണ് ഏറ്റവും വലിയ പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യം. ഏറ്റവും വലിയ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം അവിടെ നടന്നൊരു സംഭവം ഇതാണ്. ഒരു പോലീസുകാരൻ ഒരു കുട്ടിയെ മർദ്ദിച്ചുകൊണ്ടിരിക്കുക, ലാത്തിക്ക് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നൊരു കാര്യം, നിങ്ങൾ അടിച്ചോളൂ, നിങ്ങൾ അടിച്ചു, പക്ഷെ ഞാൻ പിന്മാറാൻ തയ്യാറാണ്, ഭാരതം എൻ്റെത് കൂടിയാണെന്നാണ് പറയുന്നത്. ഭാരതം എൻ്റെത് കൂടിയാണെന്നാണ് പറയുന്നത്. അത് ഒരു പുതിയ മുദ്രാവാക്യമാണ്. അതിൻ്റെ എല്ലാ കുറവുകളോടും കൂടി ഇന്ത്യ നമ്മുടേതാണെന്ന് പറയുന്ന പുതിയൊരു രാഷ്ട്രീയ അവബോധത്തിലേക്ക്, അതിൻ്റെ മേന്മയും കുറവുകളും എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് ഞങ്ങളുടേത് കൂടിയാണെന്ന് പറയുന്ന ഒരു തലമുറ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നീക്കിയിരിപ്പ് എന്നത്. അതൊരു ചില്ലറ നീക്കിയിരിപ്പായി നമ്മൾ കാണേണ്ടതില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കോടതികൾ സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ കോടതി ഇടപെടുന്നത് പലപ്പോഴും സമരം ചെയ്യുന്നവർക്കെതിരായിട്ടാണ്. അതിൻ്റെ ഒരു കാര്യം. അപ്പം അത് നമുക്ക് അനുഭവമുണ്ട്. അത് പറയാൻ പറ്റും, നിരവധി കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പം ഈ പറയുന്ന അയോധ്യ വിധി, അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിധി, ആ വിധിയിൽ അത്രയും വളച്ചുകെട്ടിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലായിരുന്നു. കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു കോടതിയുടെ മുന്നിൽ. അവിടെ ബാബറി മസ്ജിദ് നിന്ന സ്ഥലമാണെന്നുള്ളത് വ്യക്തമായിരുന്നു. 500 വർഷം മുമ്പ് അത് പൊളിച്ചതാണോ അടുക്കിയതാണോ എന്നുള്ളതല്ല, സ്റ്റാറ്റസ് കോ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എടുത്തൊരു സമീപനമുണ്ട് ഇക്കാര്യത്തിൽ. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ എന്താണോ അത് നിലനിൽക്കണം. പള്ളിയാകട്ടെ, അമ്പലമാകട്ടെ, എന്തുവാകട്ടെ. അപ്പോൾ 500 വർഷത്തിന് മുൻപ് അമ്പലം തകർത്താണ് പള്ളി ഉണ്ടാക്കിയത് എന്നുള്ള ഒരു കഥ പ്രചരിപ്പിക്കുകയും ഈ താഴികക്കുടത്തിന് നേരെ താഴെയാണ് രാമൻ ജനിച്ചത് എന്ന ഭക്തി നിർഭരമായ മറ്റൊരു കള്ളക്കഥ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇതിൻ്റെ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്ത് കോടതി ഇടപെട്ടത് തെറ്റായിപ്പോയി എന്ന് പറയുന്നത് ഞാനല്ല പറയുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ജഡ്ജി തന്നെ പറയുന്ന കാര്യം അത് തെറ്റായിപ്പോയതാണ്. എന്ന് പറഞ്ഞാൽ ഭരണഘടനാ മൂല്യത്തെ ആ കാര്യത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിൽ കോടതികൾ പരാജയപ്പെടുന്ന ഒരു കാലം കൂടിയായിരുന്നു നമ്മുടെ കാലം. നിരവധി കേസുകളിൽ, ചില കേസുകളിലൊക്കെ വളരെ ന്യായമായ വിധി വന്നെങ്കിലും നിരവധി കേസുകളിൽ ഈ ഹിന്ദുത്വ അനുകൂലമായ, ഈ ഫാസിസ്റ്റ് ഭരണത്തെ സപ്പോർട്ട് ചെയ്യുന്ന അനുകൂലമായ തീരുമാനങ്ങൾ കോടതിയും പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ശബരിമല കേസിൽ ന്യൂനപക്ഷ വിധിയാണ്. ആ ന്യൂനപക്ഷ വിധിയിൽ 2 പേർ സ്ത്രീകൾ കയറരുതെന്നും 3 പേർ കയറണമെന്നുമാണ്. എന്നാൽ ഞാൻ അത് 4 or 2 എന്തായാലും ന്യൂനപക്ഷ വിധിയാണത്. അപ്പം കയറരുത് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയായിട്ടുള്ള ഒരു ജഡ്ജി, പേര് ഞാൻ വിട്ടുപോയി, അവർ ക്ഷേത്ര സന്ദർശനാർത്ഥം ശബരിമലയ്ക്ക് പോയില്ല എന്ന് തോന്നുന്നു, തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്തോ പോയി. അവർ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചതേ ഉള്ളൂ. അവർ പരസ്യമായി മീഡിയയോട് പറഞ്ഞൊരു കാര്യം, അത് ശബരിമല അയ്യപ്പനെതിരെയുള്ളൊരു നീക്കമാണെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല എന്നാണ് പറഞ്ഞത്. എന്തൊരു മനുഷ്യജന്മമാണത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രൊവിഷൻ ഉപയോഗിച്ച് ആ വിധിയിൽ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ അയ്യപ്പ ഭക്തരെ സവിശേഷ അവകാശമുള്ളൊരു വിഭാഗമായി പരിഗണിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് ശബരിമല ഈസ് എ പബ്ലിക് സ്പേസ്, അതൊരു പൊതു ഇടമാണ്. അവിടെ സ്ത്രീകൾ കയറരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് ആ വിധി. പൊതു ഇടത്തിൽ സ്ത്രീകൾ പ്രവേശിക്കുന്ന പറയാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഭരണഘടന സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള മൗലികമായ ഒരു അവകാശത്തെ ലംഘിക്കലാണ്. ഇതാ ഈ പറയുന്ന കാര്യം. അപ്പൊ ഈ സ്ത്രീ തിരുവനന്തപുരത്ത് വന്നിട്ട് പറയുന്നത്, ഞാനത് അന്നേ മനസ്സിലാക്കി, ഞാൻ അതിനെതിരെ നിലപാടെടുത്തത്, ഭക്തജനങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന ഒരു വർത്തമാനം അവർ പറയുന്നു. ഇങ്ങനെയായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു സ്വഭാവം. SIR കേസിൽ ഇടപെടണം. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒന്നും രണ്ടും പേരൊന്നും അല്ല, നമുക്കറിയാം, ലക്ഷങ്ങളെയാണ് വെട്ടിമാറ്റുന്നത്. ലക്ഷങ്ങളെ, 27 ലക്ഷം പേരെയാണ് ബംഗാളിൽ നിന്ന് വെട്ടിമാറ്റിയത്. 27 ലക്ഷം പേര്. ആ 27 ലക്ഷം പേരിൽ ബഹുഭൂരിപക്ഷം ദളിതരും മുസ്ലിങ്ങളുമാണ്. അതിനും കൃത്യമായ കണക്കുകൾ പുറത്തു വന്നു. അപ്പൊ ഈ 27 ലക്ഷം പേരെയൊക്കെ ഒരു സംസ്ഥാനത്തിൽ നിന്ന് അവര് ഇന്നലെ വരെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാ, അവരെ മുഴുവൻ വെട്ടി മാറ്റുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാൻ കോടതിക്ക് കഴിയണ്ടേ? അത് കഴിയുന്നില്ല. അത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുമെന്ന് പറയും. ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ ഗവൺമെന്റ് പറയുന്നല്ലാതെ വേറെ ഒന്നും കേൾക്കില്ല. ഇലക്ഷൻ കമ്മീഷനെതിരെ നമുക്കൊരു പൊതുവ്യവഹാരത്തിന് പോകാൻ പറ്റില്ല എന്ന നിയമം കൂടി പാസ്സാക്കുന്നതോടെ കാര്യങ്ങൾ വ്യക്തമാണ്. നമുക്കൊരു വ്യവഹാരത്തിന് പോകാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ നിർണായകമായി നമ്മുടെ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്ന വിധമുള്ള നീക്കങ്ങൾ നടന്നിട്ടും കാര്യമായി ഇടപെടാത്ത കോടതി ഈ കേസിൽ അങ്ങനെ അല്ല ചെയ്തത്. ഈ കേസിൽ കോടതി ഇടപെട്ടു, ശക്തമായി തന്നെ ഇടപെട്ടു. പ്രത്യേകിച്ച് സുപ്രീം കോടതി വളരെ ശക്തമായി ഇടപെട്ടു. അതൊരു പോസിറ്റീവായ കാര്യമായി കാണണം. അതിനും പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇന്ത്യയിലെ യുവാക്കളുടെ ഏറ്റവും ക്രീമി ലെയറാണ് സമരം ചെയ്യുന്നത്. ഇന്ത്യൻ യുവാക്കൾ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ക്രീമി ലെയറാണ് സമരം ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ റിനൗണ്ടായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അങ്ങോട്ട് എത്തുന്നത്. അവരെ പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ കോടതിക്ക് കഴിഞ്ഞു എന്നത് വലിയൊരു ഡീവിയേഷനാണ്. വലിയ ഡീവിയേഷനാണ്. അതൊരു മാതൃകയാണ് ആ സംഭവം. അപ്പം അതിനകത്ത് കോടതി പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വതന്ത്രമായ അന്വേഷണം നടത്തുന്നു. യഥാർത്ഥത്തിൽ മോഡിക്ക് എന്തെങ്കിലും മര്യാദയുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടതാണ്. ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് നിങ്ങൾ അന്വേഷിക്കണം എന്നല്ല ഇന്ത്യൻ ഭരണകൂടത്തോട് കോടതി പറഞ്ഞത്, മറിച്ച് സ്വതന്ത്രമായ അന്വേഷണം ഉറപ്പുവരുത്തുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നിങ്ങളുടെ ഭരണത്തിൽ കോടതിക്ക് വിശ്വാസമില്ലെന്ന് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇപ്പൊ ഭരിക്കുന്നവർക്ക് എന്തെങ്കിലും മര്യാദയോ അന്തസ്സോ ഉണ്ടെങ്കിൽ അവരിത് ഉപേക്ഷിച്ച് പോകാന്നുള്ള ചെയ്യേണ്ട കാര്യം. അതില്ലാത്തതുകൊണ്ട് തന്നെ അവർ പോകത്തില്ല. അത് വേറൊരു കാര്യം. അപ്പൊ അങ്ങനെ സ്വതന്ത്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണം എന്ന ഒരു പുതിയ ഡെവലപ്മെന്റാണ് കോടതി അതിനകത്തുണ്ടാക്കിയത്. അപ്പോൾ ഈ അമിത്ഷായുടെയും അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രി. ഇപ്പോൾ നടക്കുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികളെ തേടി പോലീസ് നടക്കുക. അത് ഈ കേസിനല്ല. ഈ സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് മേൽ നേരത്തെ എന്തെങ്കിലുമൊക്കെ കേസ് കാണും. ആ കേസ് പറഞ്ഞിട്ട് ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ്. വലിയ കുശാഗ്ര ബുദ്ധിയാണെന്നായിരിക്കും അമിത്ഷാ വിചാരിക്കുന്നത്. അതിനകത്തൊരു കുശാഗ്ര ബുദ്ധിയില്ല. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പോൾ ഡൽഹിയിലെ സഫായിയുടെ ഒരു നേതാവ് ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് CPM ഓഫീസിലേക്ക് ഈ പറയുന്ന യൂണിഫോം ധരിക്കാത്ത ഒരു സംഘം സ്ത്രീകളങ്ങ് ചെല്ലുക, അറസ്റ്റ് ചെയ്യണം, ഞങ്ങൾ പോലീസാന്നാ പറയുന്നത്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, നിങ്ങളെങ്ങനെ പോലീസായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല, പോയി യൂണിഫോം ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. എന്താ നിങ്ങൾ യൂണിഫോം ധരിക്കുക? മഴയായതുകൊണ്ടാണ് ധരിക്കായിരുന്നു ആ സ്ത്രീ പറയുന്നത്. ആ പോലീസ് ഓഫീസർ പറയുന്നത്, ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നെയിം പ്ലേറ്റ് വെച്ച യൂണിഫോം ധരിക്കണമെന്നത് ഒരു വ്യവസ്ഥയായിരിക്കാം. മഴയായതുകൊണ്ട് പാൻറ്റും ഉടുപ്പ് ഇടാൻ പറ്റിയില്ല, ഞാൻ നേരെ ഇങ്ങനെ പോരുമായിരുന്നെന്നാണ് ഡൽഹിയിലെ ഒരു പോലീസ് ഓഫീസർ പറയുന്ന കാര്യം. മഴയായാലും കൊടുക്കാറ്റായാലും നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നാലേ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ, അത് നിയമമാണ് എന്ന് പറഞ്ഞവരെ തിരിച്ചു വിടുന്നുണ്ട്.
അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഈ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഈ കുട്ടികളെ വേട്ടയാടാനുള്ളൊരു ഒരു സംവിധാനം അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ അവിടെയും നിൽക്കുന്നില്ല. സമരത്തിൻ്റെ ഒരു പീക്ക് ഘട്ടമാകുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ മൊത്തമായി തന്നെ രംഗത്തേക്ക് വരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ വലിയൊരു പ്രശ്നമായി മാറുന്നു. ഇപ്പോൾ അത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് കഴിഞ്ഞപ്പോൾ അമിത്ഷാ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഇന്ത്യക്കകത്തുള്ളത്. അതായത് ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തത് അമിത്ഷാ ആണെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ ഉന്നയിച്ചൊരു കാര്യം. ഇത് വളരെ വലിയൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റാണ്, വളരെ വലിയ പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റാണത്. അതായത് ഈ വിദ്യാർത്ഥികളുടെ ജീവിതത്തെ തുലച്ച മന്ത്രി രാജിവെച്ച് പോയി കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളെ അടിച്ചമർത്തിയത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടാനായിട്ട് കോടതിയും ശ്രമിക്കുന്നു, പ്രതിപക്ഷ കക്ഷികളും ശ്രമിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റായിട്ടാണ് ഞാൻ കാണുന്നത്. കോടതി പറയുന്ന ഒരു കാര്യം, ഒരു വിഷ്വലും നശിപ്പിക്കരുത്, അത് സൂക്ഷിച്ചു വെച്ചോണം. അതിൻ്റെ അർത്ഥം എന്താ? ആരാണ് ആക്രമിച്ചതെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, കോടതിക്ക് പരിശോധിക്കണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ CJPയുടെ സമരം തുടങ്ങുന്ന ഘട്ടത്തിൽ നിന്നും ആ സമരത്തിൽ തന്നെ അത് അതിവേഗം വളരുകയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിനെ മാറ്റുകയും ചെയ്യുന്ന വിധമുള്ള വലിയൊരു ഫോഴ്സായിട്ട് ഇന്ന് വൈകുന്നേരം കുറച്ച് കുട്ടികൾ അവിടെ ജന്തർ മന്ദറിൽ വന്നിട്ടുണ്ട്. ഈ ആക്രമണം തുടർന്നാൽ വീണ്ടും ഒരു പ്രക്ഷോഭം ആരംഭിക്കും. അങ്ങനെ ഒരു പ്രക്ഷോഭം ആരംഭിച്ചാൽ ഇപ്പം ഈ എത്തനോൾ പെട്രോളിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് വാഹന ഉടമകളും ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഉടമകളും എല്ലാം കൂടി ഓഗസ്റ്റ് 4 പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനരോഷം CJPയിലൂടെ പുറത്തു വന്നു. അത് ഏറ്റെടുക്കുന്ന ഒരു പുതിയൊരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇത് ഒരു പുതിയൊരു ജനാധിപത്യ രാഷ്ട്രീയത്തിന് വിത്തുപാകാൻ പ്രാപ്തിയുള്ളൊരു മൂവ്മെൻ്റാണ്. അതായിക്കൊള്ളണമെന്നൊന്നുമില്ല, ഞാൻ അത്രയും ശുഭാപ്തി വിശ്വാസമൊന്നും നേരിട്ട് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ സാധ്യത അതിനകത്തുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എൻ്റെ തലമുറയിൽപ്പെട്ട പ്രായമായ മനുഷ്യരൊക്കെ കാണിച്ച ഒരുതരം കള്ളത്തരവും കൗശലവും ഒക്കെ കുറഞ്ഞ ഒരു വിഭാഗമാണ് അവർ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കാര്യങ്ങൾ തുറന്നു പറയുന്ന പുതിയൊരു ലോകത്ത്, ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ ഒരു പുതിയ ലോകത്തേക്ക് പിറന്നു വീണ കുട്ടികളാണ് അവരൊക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറച്ചു വെക്കാനില്ല, മറച്ചു വെക്കാൻ പറ്റാത്ത വിധം. ഇപ്പം ഞാനൊക്കെ യുവാവായിരിക്കുന്ന സമയത്ത് അനേക സംഗതികൾ നമുക്ക് മറച്ചു വെക്കാൻ. ഇപ്പം അതങ്ങനെ മറച്ചു വെക്കാം, അത്രയും ഓപ്പണായിപ്പോയി ഈ സമൂഹം. അപ്പം അതുകൊണ്ട് തുറന്ന മനസ്സുള്ള ഒരു തലമുറയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ട്. ഈ തലമുറ കുഴപ്പം പിടിച്ചതാണെന്നാണ് ഈ ഞങ്ങളെപ്പോലുള്ള പ്രായമായ മനുഷ്യർ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു ഒബ്സഷനാണ്. നല്ല മനുഷ്യർ, ചീത്ത മനുഷ്യർ എന്നൊക്കെ അവരുടെ ഒരു സങ്കല്പം കൊണ്ട് അവർ പറയുന്ന അതൊരു വലിയ കഥയുള്ള കാര്യമല്ല. ഞാൻ പറയുന്നത് അവർ കാസ്റ്റ്, റിലിജിയൻ, ലാംഗ്വേജ്, റീജിയൻ തുടങ്ങിയ എപ്പോഴും നമ്മളുടെ ജീവിതത്തെ നിർണായകമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ക്രോസ് ചെയ്യാൻ പൊളിറ്റിക്കൽ പാർട്ടി ഇതിനെ ക്രോസ് ചെയ്യാൻ കഴിയുന്ന വിധമുള്ള ഇടപാട് നടത്തുന്നവരാണ്. അതിൻ്റെ ഒരു ഉദാഹരണം, ഇന്ത്യയിലൊരു അന്ധവിശ്വാസമുണ്ട്. ഈ ദളിതരായി ജനിച്ചവർക്കൊരു മൂവ്മെൻ്റൊക്കെ ആരംഭിച്ചാൽ ദളിതരെ മാത്രമേ സംഘടിപ്പിക്കാൻ പറ്റൂ എന്നൊരു സങ്കല്പം. ആ സങ്കല്പത്തെ പരിപൂർണമായും തകർത്തെറിഞ്ഞൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ദീപ് കെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അഭിജിത്ത് ദീപ് കെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഹി ഹിംസെൽഫ് ഈസ് എ ദളിത് ഫ്രം മഹാരാഷ്ട്ര. അയാൾ അമേരിക്കയിലായിരുന്നു, അമേരിക്കയിൽ ജോലി കൊണ്ട് അമേരിക്കയിൽ പഠിച്ച ആളാണ്. അയാൾ ഒരിക്കലും അയാമെ ദളിത് എന്ന് ക്ലെയിം ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഹീസ് എ ദളിത്. സാധാരണ നിലക്ക് ആൾക്കാർ വന്നാലും പെട്ടെന്ന് വിട്ടുപോകേണ്ടതാണ് എന്നാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ
അതുകൊണ്ട് അവരാകണ്ട, വേറെ ആരെങ്കിലും നേതാവായാൽ മതി എന്നുള്ളൊരു പ്രാക്ടീസാണ് ഇവിടെ ഈ നടന്നു വരുന്നത്. ഈ കള്ളത്തരത്തെ പൊളിച്ചൊരു മൂവ്മെന്റ് കൂടിയാണത്. കേരളത്തിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എറണാകുളത്ത് വേടൻ വിളിച്ച മീറ്റിങ്ങിലേക്ക് എല്ലാ ജാതി മതസ്ഥരായ നൂറുകണക്കിന് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമാണ് എത്തിച്ചേർന്നത്. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. അപ്പൊ വേടൻ വിളിക്കുക, ഞങ്ങൾ പോകുന്നില്ല എന്നൊന്നും അവർ തീരുമാനിച്ചില്ലോ. അപ്പൊ ഫലത്തിൽ ഇത്തരം ബൗണ്ടറികളെ ഭേദിക്കുന്ന ഒരു കാര്യം അവർക്കുണ്ടാവും. അപ്പൊ അങ്ങനെ ബൗണ്ടറികളെ ഭേദിച്ച് വരുന്ന വ്യത്യസ്തതകളുള്ള ആൾക്കാരെന്ന നിലക്ക് അവർക്കിടയിൽ പുതിയൊരു മൈത്രി ബന്ധം, ഒരു സഹോദരി ബന്ധം ഉണ്ടായി വരുന്നു. ആ സഹോദരി ബന്ധമുള്ള ഒരു സിവിൽ കമ്മ്യൂണിറ്റി ഇന്ത്യക്കകത്തുണ്ടായാൽ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ പൊതിഞ്ഞു പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമെന്നും അല്ല ജാതിയുടെ തിരിച്ചുവരവിന് കാരണമായേക്കാവുന്ന രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ ഒരു ഏകമതത്തിന്റെ ആധിപത്യത്തിന് തിരിച്ചു കൊണ്ടുവരാവുന്ന ഒരു രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ ഒരു ചെറു ന്യൂനപക്ഷത്തിന്റെ അധികാരം പോറലേൽക്കാതെ നിൽക്കുന്നൊരു വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്ന രാഷ്ട്രീയമെന്നോ പറയാതെ അങ്ങനെ തന്നെ പറയണം. അത് വെറുതെ വെറുപ്പിന്റെ രാഷ്ട്രീയം, വെറുതെ വെറുപ്പ് പറയുമല്ല. വെറുപ്പൊരു വലിയൊരു ഒരു ജീവിതക്രമത്തിനകത്തുനിന്നുണ്ടാകുന്ന വെറുപ്പാണ്. അല്ലാതെ വെറുതെ ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് കാണിക്കുന്ന സംഭവമൊന്നുമല്ല. ഒരു ജീവിതക്രമത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത്തരം എന്റെ തലമുറയ്ക്ക് നീന്തിക്കടക്കാൻ കഴിയാതെ പോയ മഹാസമുദ്രത്തെ കടക്കുന്നതിൽ മുന്നോട്ട് പോകുന്നൊരു ഫോഴ്സായിട്ടാണ് ഞാൻ ഈ യൂത്ത് മൂവ്മെന്റിനെ കാണുന്നത്. അവർ ഈ ബൗണ്ടറികളെ ഭേദിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ കൃത്യമായ ഭാവിയെ സൂചിപ്പിക്കുന്ന, ശുഭകരമായൊരു ഭാവിയെ സൂചിപ്പിക്കുന്ന. കാരണം രണ്ട് പ്രധാനപ്പെട്ട കാരണം, അവർ ഒരേ സമയം പല മുദ്രാവാക്യങ്ങളാണ് അവിടെ വിളിക്കുന്നത്. വ്യത്യസ്തതയുണ്ടെന്ന് പറയുമല്ല, പല ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നവരുണ്ട്, ജയ് ഭീം വിളിക്കുന്നവരുണ്ട്, വന്ദേ മാതരം പാടുന്നവരുണ്ട്. അവിടെ അതിനകത്ത് ഭഗത് സിംഗിന്റെ അനുയായികളാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുന്നവരുണ്ട്, സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുന്നവരുണ്ട്. ഡോക്ടർ BR അംബേദ്കറിന്റെ പടമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഭവം. കോൺസ്റ്റിറ്റ്യൂഷനാണ് പിന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരേ സമയം ഒരു സമൂഹ നിർമ്മിതിയെയും ഒരു രാഷ്ട്ര നിർമ്മിതിയെയും പ്രവചിക്കുന്ന ഒരു പുസ്തകമാണ്. ഇപ്പൊ ഉണ്ടെന്നല്ല അത് ആ പുസ്തകത്തിൽ പറയുന്നത്, അത് ഉണ്ടാക്കണം എന്നാ പറയുന്നത്. വി ഹാവ് ടു ക്രിയേറ്റ്, വി ഹാവ് ടു കൺസ്ട്രക്ട് എന്നാ പറയുന്നത്. ഇന്ന രീതിയിലുള്ളൊരു സമൂഹവും ഇന്ന രീതിയിലുള്ളൊരു രാഷ്ട്രവും നമ്മൾ നിർമ്മിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പുസ്തകമാണ് ഇവർ കയ്യിലേന്തുന്നതെങ്കിൽ ഈ ബൗണ്ടറികളെ ഭേദിക്കാനുള്ള പ്രാപ്തി അവർക്ക് ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇനി ഡീവിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇപ്പം തന്നെ അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന്, മുസ്ലിങ്ങളാണ് ഈ സമരത്തിൻ്റെ പിന്നിലെന്ന വ്യാപകമായ പ്രചാരണം സംഘപരിവാർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഭക്ഷണം കൊടുത്ത ഒരാളാണെന്ന് പറഞ്ഞു. അത് എന്തൊരു നുണയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒരാളാണത്ര, ഒരു മുസ്ലിം കക്ഷിയാണ് അവിടെ ഭക്ഷണം കൊടുത്തത്ര. അപ്പം അവിടെ അത്രയും ഭക്ഷണം കൊടുക്കുന്ന പുള്ളിക്ക് എവിടെ നിന്നാണ് ഈ പൈസ കിട്ടിയെന്നുള്ളൊരു പുതിയൊരു കഥ നിർമ്മിച്ചത്. സംവരണത്തെ എതിർക്കുന്ന ഒരു നാഷണൽ കാമ്പയിൻ, സംവരണ വിരുദ്ധമായ, സംവരണം ശരിയായ കാര്യമല്ല എന്ന് പറയുന്ന ഒരു നാഷണൽ കാമ്പയിൻ ഗ്രൂപ്പ് വളരെ സജീവമായി ഇപ്പോൾ രംഗത്തുണ്ട്. ഞാൻ വിചാരിക്കുന്നത് RSS സ്പോൺസേഡ് സാധനമാണ്. അപ്പൊ ഈ ജനക്കൂട്ടത്തെ വിഭജിക്കാനായിട്ട് മുസ്ലിങ്ങൾക്കെതിരെയും സംവരണീയർക്കെതിരെയും ഒരു വിഭജനം ഉണ്ടാക്കിയാൽ അത് ചെതറിപ്പോകുന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ പരിശ്രമങ്ങളും ആരംഭിക്കും. അതുകൊണ്ട് CJP ലീഡർഷിപ്പും വിദ്യാർത്ഥികളും യുവജനങ്ങളും വസ്തുതാപരമായ ബോധ്യത്തോടു കൂടിയാണ് അവർ ഇടപെടുന്നത്. അത് മുന്നോട്ടെടുക്കണം. ഇത്തരം കുത്തിത്തിരിപ്പുകളിൽ നിന്നും മറികടന്ന് പോകാൻ അവർ കൂടി കഴിയേണ്ടതുണ്ടെന്നാണ്. അങ്ങനെ കഴിയുമ്പോഴാണ് അവർ രാഷ്ട്രീയ ശക്തി എന്ന് പറയാവുന്ന വിധം ഒരു ഫോഴ്സായി മാറും. ഇപ്പോൾ ഒരു സോഷ്യൽ മൂവ്മെന്റിന്റെ കാറ്റഗറിയിലാണ് നമുക്കതിനെ പെടുത്താൻ.